സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞാൻ അതല്ല സിസ്റ്റം അല്ല എന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഞാൻ മന്ത്രിയെ വിശ്വസിക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കൃത്യമായി പറഞ്ഞതുപോലെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ആ സിസ്റ്റത്തിന്റെ പ്രശ്നം എന്താണെന്ന് കൂടി മന്ത്രി മനസ്സിലാക്കണം. സിസ്റ്റമാറ്റിക് അല്ലാത്തതാണ് സിസ്റ്റത്തിന്റെ പ്രശ്നം. സിസ്റ്റമാറ്റിക് അല്ലാത്തതിന്റെ ഉത്തരവാദിത്തം മന്ത്രിക്കാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഈ വന്നിരിക്കുന്നത്. ഒരു സിസ്റ്റത്തെ പൂർണ്ണമായി ചലിപ്പിക്കുന്നതിന്, ആ സിസ്റ്റം നിയന്ത്രിക്കുന്നതിന്റെ, ആ സിസ്റ്റത്തിന്റെ കസ്റ്റോഡിയനായിട്ടുള്ള ആ വകുപ്പിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ സർക്കാരിനോ എൻറ്റയർ ആയിട്ടുള്ള ഉത്തരവാദിത്തത്തെക്കാൾ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിക്കാണ് ആ വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ നേട്ടങ്ങളുടെ ഉത്തരവാദിത്തം. അല്ലെങ്കിൽ ആ നേട്ടങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ കൈയ്യടി കിട്ടുന്നതും ഇതേ ആരോഗ്യമന്ത്രി വീണ ജോർജിനാണ്, അല്ലെങ്കിൽ അതിന് മുൻപുണ്ടായിരുന്ന ആരോഗ്യമന്ത്രി കെ ശൈലജയ്ക്കാണ്, അല്ലെങ്കിൽ അതിന് മുൻപുണ്ടായിരുന്ന UDF സർക്കാരിൻ്റെ കാലത്തെ ആരോഗ്യമന്ത്രി ശിവകുമാറിനാണ്. അതായത് അതാത് കാലത്തെ ആരോഗ്യമന്ത്രിമാർ എന്താണോ എടുക്കുന്ന സമീപനം അതാണ്. നമുക്കൊരു വിഷയത്തോട് നമുക്ക് വളരെ പെരിഫറൽ ആയിട്ടുള്ളൊരു സമീപനം എടുക്കാം. അതേസമയം ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ് ഒരാൾ ചൂണ്ടിക്കാട്ടുന്നതെങ്കിൽ അതിൽ നമുക്ക് അതേ സെൻസിറ്റിവിറ്റിയോട് കൂടി തന്നെ ഒരു തീരുമാനമെടുക്കാം, ആ കാര്യത്തെ ഉൾക്കൊള്ളാം. ഇൻസെൻസിറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ വീഴ്ചയല്ല എന്ന് നമ്മൾ മനസ്സിൽ തന്നെ, അല്ലെങ്കിൽ എനിക്ക് വീഴ്ച പറ്റില്ല എന്ന് നമ്മൾ മനസ്സിൽ തന്നെ തീരുമാനിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കും തിരുത്താൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ആശുപത്രികളുടെ പ്രവർത്തനം പോവുകയാണ് എന്നതാണ് മന്ത്രി വീണ ജോർജ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അവരിന്ന് ഡോക്ടർ ഹാരിസിനെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ അതും ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്.